അച്ചൻകോവിലേക്കാണ് ഈ യാത്ര. പത്തനാപുരത്തിനും പുല്ലൂരിനുമിടയിൽ അലിമുക്ക് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് 34 കിലോമീറ്റർ കാട്ടിലൂടെയുള്ള യാത്രയാണ്. കാടിനെ അറിഞ്ഞ് കാട്ടരുവികളെ കണ്ട് ഭക്തിസാന്ദ്രമായ ഒരു യാത്ര. ഇനിയാണ് കാനന സൗന്ദര്യം നുകരുന്ന യാത്ര ആസ്വദിക്കാൻ പോകുന്നത്. അച്ചൻകോവിലേക്കാണ്. കാട്ടാനകളും വന്യമൃഗങ്ങളുമുള്ള പാതയിലൂടെ കാടിനെ അറിഞ്ഞ് ഭക്തിയിൽ ആറാടിയുള്ള യാത്ര. കാട്ടിലുണ്ട് വന്യമൃഗങ്ങൾ, കാട്ടാനകൾ, കടുവ, പുലികൾ. പത്തനാപുരം പുല്ലൂർ പാതയിൽ അലിമുക്ക് എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നാണ് അച്ചൻകോവിലേക്കുള്ള യാത്രയുടെ തുടക്കം. ജനവാസ മേഖല കടന്നാൽ കാടായി. പിന്നീട് കാട്ടിലൂടെ 24 കിലോമീറ്റർ സഞ്ചാരം. കാട്ടരുവികളുടെ കുളിരറിഞ്ഞ് മലദൈവങ്ങളുടെ ക്ഷേത്രങ്ങൾ കണ്ട് സഞ്ചാരം. ഞങ്ങളുടെ കൂടെ വരൂ അയ്യപ്പ. കാട്ടിലുണ്ട് വന്യമൃഗങ്ങൾ, കാട്ടാനകൾ, കടുവ, പുലികൾ. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ. ബാല്യവും കൗമാരവും കടന്നിതാ യൗവനയുക്തനായ അയ്യപ്പൻ മുന്നിലേക്ക്. പരശുരാമൻ പ്രതിഷ്ഠിച്ച മൂലവിഗ്രഹമുള്ള ഏക അയ്യപ്പക്ഷേത്രമാണിതെന്നും വിശ്വാസം. ശിലയായിട്ടുള്ളത് പരശുരാമൻ പ്രതിഷ്ഠിച്ചായിട്ടുള്ള ശില ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നശീകരണപ്പെട്ടു പോയിട്ട് പുതിയ ബിംബങ്ങളാണ് വന്നിട്ടുള്ളത്. ഭാര്യാസമേതനാണ് ഇവിടുത്തെ അയ്യന്റെ പ്രതിഷ്ഠ. ഇവിടെ കാണാം പൂർണ്ണ പുഷ്കല ദേവിമാർ കൂപ്പുന്ന രാജാതിരാജനെ. ഉച്ചിയിലിരുമുടി കെട്ടുമായി വരുന്നു ഞാൻ, അച്ചൻകോവിലയ്യപ്പ രക്ഷയേകൂ. സത്യമാം 18ാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പുരാനേ. ശബരിമല ക്ഷേത്രത്തിന് സമാനമായ രീതിയിലാണ് ഇവിടുത്തെയും പൂജാതി കാര്യങ്ങളും. അതോടൊപ്പം ശബരിമല സീസണാണ് അച്ചൻകോവിൽ ക്ഷേത്രത്തിലെയും മണ്ഡല മഹോത്സവ സീസൺ. വൃശ്ചികം 30-ാം തീയതി തിരുവാഭരണം വന്ന് ധനു 1-ന് കൊടിയേറിയാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ദർശനം നൽകണേ തമ്പുരാനേ. 4ാമത് ഒരു ക്ഷേത്രം കൂടി ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതാണ് കാന്തമല. ഈ ക്ഷേത്രം ഇപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ശബരിമല ദർശനം കഴിഞ്ഞ് അച്ചൻകോവിലെത്തിയാൽ കാന്തമലയിൽ ദർശനം നടത്തിയതിന് തുല്യമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇരുമുടി കെട്ടും തലയിലെടുത്തു പരാപരാ നിൻ ഭക്തർ വരുന്നു. വരനദികൾ പോൽ വരുന്നു, വരുന്നു, വരുന്നു. നീല നീലമലയുടെ മുകളിൽ നീ വസിക്കുന്നയ്യ. പശ്ചിമഘട്ടത്തിന്റെ ഭംഗിയിൽ കുളിച്ചു നിൽക്കുകയാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം. ശബരിമലയിലെ 18 പടികൾ പോലെ ഈ അയ്യപ്പക്ഷേത്രങ്ങൾക്ക് കാട്ടിലൂടെ 18 കാതം ദൂരമുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. നിന്നുടെ ഭക്തന്മാർ, നിന്നുടെ ഭക്തന്മാർ. ശബരിമലയ്ക്ക് സമാനമായി 18 പടികൾ കടന്നു വേണം ഇവിടുത്തെ അയ്യപ്പനെ കാണാൻ. എങ്ങും സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണമന്ത്രം മാത്രം.